ആഗ്രഹിക്കുന്നവരാണല്ലേ. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, ഇന്ന് പലരുടെയും ആഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നതെന്നുള്ളത്? ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, നമ്മുടെ ഇൻബോക്സിൽ 1-2 മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ റീൽസ് എല്ലാം കാണുന്ന സമയത്ത് മെസ്സേജ് വരും, നിങ്ങളുടെ ലൈഫ് കാണുന്ന സമയത്ത് നമുക്കും ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ട് എന്നൊക്കെ. റെഡി 1 2 3 സ്റ്റാർട്ട് ചെയ്തു. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനിപ്പോ വലിയ ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ ഈ പുറത്തുനിന്ന് ഇഫ്താറാക്കാന്ന് വിചാരിച്ചത് തന്നെ നമ്മൾ വലിയ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് പോയിട്ട് നോമ്പ് തുറക്കുന്ന ഒന്നുമല്ല. നമ്മുടെ തൊട്ടടുത്തുള്ള ബീച്ചിൽ പോയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നോമ്പ് തുറക്കുന്നു. പക്ഷെ അത് തരുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ചില്ലറ ഹാപ്പിനെസ് ഒന്നുമല്ല. ഇത് ഏതെങ്കിലും ഹസ്ബൻഡ്സ് കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഭാര്യയും മക്കളെയും സന്തോഷിപ്പിക്കുക എന്നുള്ളത് സാമ്പത്തികമായിട്ട് വലിയ ഉന്നതിയിൽ വേണം എന്നൊന്നുമില്ല. ചില പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡേ ഔട്ടിന് പോവുക, ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കുക, അതൊക്കെ ആയിരിക്കും അവരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ചിലവില്ലാതെ സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളാണ്. അപ്പോൾ അതൊക്കെ സാധിച്ചു കൊടുത്താൽ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ബാധ്യതകളും കടങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ് നമ്മളും. അതിനിടയിൽ നമുക്ക് ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് മാത്രമേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും ചെയ്യാണ്ട്, സോഷ്യൽ മീഡിയ ഇല്ലാത്തവരും ഇതൊന്നും ചെയ്യാണ്ട് വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. അപ്പൊ ഇതുപോലത്തെ ചെറിയ ചെറിയ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറേ പൈസ വേണമെന്നൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയിട്ട് വൈകുന്നേരം, ഇപ്പൊ നോമ്പാവുന്ന സമയത്ത് ഇഫ്താറോ അല്ലാന്നുണ്ടെങ്കിൽ നോമ്പല്ലാത്ത സമയത്ത് വൈകുന്നേരം ഒരു ചായ കുടിക്കോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്ക് എപ്പോഴും സങ്കടങ്ങളാണ്, നമുക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെ ആവാൻ പറ്റിയില്ലല്ലോ എന്ന്. അപ്പൊ നമ്മുടെ താഴെയുള്ളവര് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ എത്രയോ സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ ബീച്ചിലെല്ലാം സെറ്റ് ചെയ്തിട്ട് ഹസ്ബൻഡും എൻ്റെ അനിയത്തിയും പിന്നെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടും ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നോമ്പ് തുറന്നിട്ടുണ്ട്, നല്ല റാഹത്തായിട്ട് നോമ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു ഇഫ്താർ വ്ളോഗുമായിട്ട് വരാം. അതുവരേക്കും ബൈ.